പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഇതിൽ ഫുള്ള് താമരയാണ്. ഈ താമര പറിച്ചിട്ട് ആ മണ്ണൊക്കെ മാറ്റി പുതിയ മണ്ണ് ഇട്ടിട്ട് അത് വീണ്ടും അതിൽ തന്നെ നടാനുള്ള ഒരു പരിപാടിയാണ്. കാരണം അതിൽ പൂവുണ്ടാവണില്ല. അതിൻ്റെ നമ്മൾ ഒരുപാട് ഒരു 5-6 വർഷമായി ഇത് നട്ടിട്ട്. ഫസ്റ്റ് ഒരു 2 വർഷം അങ്ങനെ പൂവുണ്ടായി, പിന്നെ തീരെ പൂവുണ്ടായില്ല. അപ്പോൾ ആ പഴയ മണ്ണ് മാറ്റി ഒരു പുതിയ മണ്ണ് അതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറിച്ചിട്ട് അതൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അതിന് ഇതിൽ തന്നെ പറിച്ച് നടണം. അങ്ങനെ നമ്മൾ ആദ്യം മണ്ണ് ഇതിൽ നിറക്കണം. ഇതിന് മുന്നേ ഇതിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ടു. ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു. ആ ഒരു മരം അതിൻ്റെ അടിഭാഗം ഇങ്ങനെ വളർന്നതുകൊണ്ട് ഈ ഭാഗം ഒന്ന് പൊട്ടിയിരുന്നു. അതൊന്ന് സിമെൻ്റ് ഇട്ട് ഇത് ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് സാധാ മണ്ണ്, നമ്മൾ ചേറ് മണ്ണൊന്നും ഇടണം എന്നൊന്നുമില്ല കേട്ടോ. സാധാ മണ്ണിടുക, കുറച്ച് ആദ്യത്തെ പഴയ മണ്ണ് കുറച്ച് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ ഇതിന്. പിന്നെ നമ്മൾ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്പോഴൊന്നും ചാണകപ്പൊടി ഇടണ്ട. ഒന്നാണ് വളർന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു പിടി എടുത്തിട്ട് ആ മണ്ണിൽ പൂത്തി വെക്കുക. ചാണകപ്പൊടി ഒരു 2-3 സൈഡിലായിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ല വളർച്ച കിട്ടും. കുറച്ച് പച്ച ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് പച്ച ചാണകം ഇങ്ങനെ നിരത്തുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഇതിൽ പഴയ മണ്ണ് ചേറും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിലവിൽ നല്ല വളർച്ച കിട്ടുള്ളൂ. നമ്മൾ ഈ ചേറുമണ്ണ് കുറച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്തു. അങ്ങനെ ഫുള്ള് നിരത്തണം. താമരക്ക് നല്ല വളമാണ് കേട്ടോ. എന്നാൽ അതിൽ തന്നെ പൂവിടുള്ളൂ, അല്ലെങ്കിൽ വെറും ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല വളം തന്നെ ചെയ്ത് കൊടുക്കണം. നമ്മൾ എല്ലാ ചെടീൻ്റെ മാതിരിയല്ല, താമരക്ക് നല്ല വളപ്രയോഗം ഉണ്ടെങ്കിൽ തന്നെ അത് പൂവിടുള്ളൂ, അല്ലെങ്കിൽ വെറും ആ തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലൊന്ന് ഇത് നിറച്ചിട്ടുണ്ട്. ഇനി ഇത് നിരത്തി നമ്മൾ ഒരു വാട്ടർ ലെവൽ ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് നടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ച് പച്ചച്ചാണകം ചേർത്തിട്ടുണ്ട്. ചാണകം ഇപ്പം നിർബന്ധമൊന്നുമില്ല, നമ്മൾ പിന്നെ ചെയ്ത് കൊടുത്താലും മതി. പിടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വളപ്പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പം നമ്മളത് ഈ ലെവലാക്കിയിട്ട് വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ ഇങ്ങനെ നല്ല നിരത്തിയിട്ട് നല്ല ടൈറ്റാകാതെ അമർത്താതെ ഇങ്ങനെ നല്ല ലെവലിലേക്ക് നിർത്തുക. എന്നിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ നടേണ്ടത്. ഇതൊരു തൈയാണ് കേട്ടോ, വലിയൊരു ഉഷാറുള്ള തൈയല്ല, എന്നാലും ഇത് നടുന്നതിന് കുഴപ്പമില്ല. വേരൊക്കെ നല്ല ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ വല്ലാതെ താഴ്ത്തണ്ട കേട്ടോ, ഒന്ന് ചളിയിലിങ്ങനെ അമർന്ന് നിന്നാൽ മതി. ഇതൊരു നല്ല തൈയാണ് കേട്ടോ. ഈ മുട്ടിൽ ഇതിന് ഇനി ഇങ്ങനെ വേറെ പുതിയ തൈകൾ വരും. നമ്മളിങ്ങനെ താഴ്ത്തി കൊടുക്കുക. ഇങ്ങനെ താഴ്ത്തിയിട്ട് ഒന്ന് വെല്ലൊന്ന് അമർത്തി കൊടുത്താൽ മതി. മണ്ണിൽ താഴ്ന്നു എന്നുള്ളൊരു ഇതിന് നമ്മളിനിപ്പോൾ ഇതെങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും അതതിന് മുളച്ച് വരും കേട്ടോ. പ്രത്യേകമായിട്ട് നമ്മളൊന്നും ചെയ്യൊന്നും വേണ്ട. ഇതൊക്കെ ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ മതി, വല്ലാതെ അമർത്തേണ്ടതൊന്നുമില്ല. ഇതിപ്പോൾ ഈ ഒരു തണ്ടാണ് ഇതിപ്പോൾ തന്നെ ഉണ്ടാവും, ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും ഈ താഴ്ത്തിയ ഭാഗത്ത് നിന്ന്. ഇത് കണ്ടോ, ഇത് നല്ലൊരു തൈയാണിത്. ഇത് നമ്മളിങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇതിന് നല്ല 2
തൈകൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ശരിക്കും നടാൻ പറ്റിയ തൈ ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു ഭാഗം മണ്ണിൽ വെക്കുക, ഇതൊന്ന് ഇവിടെ മണ്ണിൻ്റെ ഉറപ്പിച്ച് കൊടുത്താൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈയാണിത്. നമ്മളിവിടെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഇതിൽ നമ്മളൊരു കുറച്ച് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 തൈ ഇതിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറഞ്ഞ വെള്ളമാകുമ്പോൾ ഇടയ്ക്കൊരു വെള്ളം മാറ്റി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വലിയൊരു പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് വെള്ളം മാറ്റണം. നമ്മളിനി ഇതിൽ വെള്ളം നിറക്കാം കേട്ടോ. വെള്ളം ഈ മീൻകുളത്തു നിന്ന് എടുത്തിട്ടാണ് നമ്മൾ വെള്ളം നിറക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മീൻകുളത്തിലുള്ള വെള്ളം ഇപ്പോൾ 4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണം. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. പൈപ്പിട്ട് വെറുതെ വേറെ വെള്ളം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് എല്ലാം കുറേശ്ശെ നിറക്കണം കേട്ടോ. അതിൻ്റെ ആ ഇല വെള്ളത്തിൽ മുങ്ങാതെ ഇരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് അതിൻ്റെ ഇല ഈ വാട്ടർ ലെവലിന് അനുസരിച്ച് നീണ്ടുകൊണ്ടിരിക്കും ഇതിൻ്റെ ഈ തണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം അതിൻ്റെ ഇലേൻ്റെ ആ വലിപ്പത്തിന് മാത്രമേ നമ്മൾ വെള്ളം നിർത്തുന്നത് കേട്ടോ. ഇല മുങ്ങിപ്പോകാൻ പാടില്ല. കുറച്ചുള്ളത് ഇങ്ങനെ നിർത്തുകയാണ്. പിന്നെ നമുക്കൊരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാട്ടർ ലെവലിന് ഈ ഇല ഇങ്ങനെ പൊങ്ങി വരും. ഇതിൻ്റെ തണ്ട് നീണ്ടു വരും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ കൂട്ടി കൊടുത്ത് നമുക്ക് പാകത്തിന് ഇത് കുളത്തിൽ ഇതാക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതിൻ്റെ മുന്നായിട്ട് പറയാനുള്ളത്, എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.